നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462916, mobile 9037 917 916. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ 76ാം വാർഷിക ദിനമായ ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ സംഘടനയായ NFPR ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കപ്പെടാത്ത അർഹതയ്ക്ക് അംഗീകാരം എന്ന പേരിൽ പരപ്പനങ്ങാടിയിൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. പരിപാടി പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ PP ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെയാണ് മനുഷ്യാവകാശ സംഘടനയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്നത്. എന്നാലും ഈ ആദരവ് നൽകാൻ തയ്യാറായ സംഘടനയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആദരവ് കിട്ടിയ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ആചരിക്കുമ്പോൾ ലോകത്ത് മനുഷ്യന്റെ അവകാശങ്ങളെ നിത്യേനെ ഹംസിച്ചു കൊണ്ടിരിക്കുന്ന അത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തിന്റെ കിരാതമായ ക്രൂരതകൾ നമ്മൾ കാണാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഒരു വർഷമായി ഗസയിലെ മനുഷ്യരെ നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് ഭീകരതക്കെതിരെയുള്ള ഒരു ഐക്യദാർഢ്യമായി ഈ പരിപാടി മാറട്ടെ എന്ന് ഞാൻ ആദ്യമായി പറയുകയാണ്. ഗസയിലെ ആ പാവപ്പെട്ട മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ലോകത്ത് പല രാജ്യങ്ങളിലും കഴിഞ്ഞ ദിവസം സിറിയയിലാണ് അട്ടിമറിക്കപ്പെട്ടത്. ഒരു ഭരണകൂടത്തെ ബഷർ അൽ അസദ് എന്ന് പറയുന്ന ആ ഒരു ക്രൂരനായ ഒരു ഭരണാധികാരി എന്ന് ആ ജനത കണക്കാക്കിയ ഒരു ഭരണാധികാരിയെ സായുധ വിപ്ലവത്തിലൂടെ അവിടെ സ്ഥാനഭ്രഷ്ടമാക്കുകയും അവിടെ ഒരു പുതിയ ഗവൺമെന്റ് വരികയും ചെയ്തു. ചടങ്ങിൽ അഡീഷണൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ശശിധരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. നമ്മൾക്ക് അവകാശമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തർക്കും, നമ്മൾ മനുഷ്യനാണെങ്കിൽ അതിൽ മറ്റെന്തിൻ്റെയും ഒരു ചേരിതിരിവില്ലാതെ നമ്മൾ ഒരേപോലെ അംഗീകരിക്കപ്പെടേണ്ട വ്യക്തികളാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. എനിക്കിതിലേറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിൽ വാക്യം ആദരിക്കപ്പെടാതെ പോയവർ എന്നുള്ളതാണ്. അത് വളരെ നല്ല ഒരു കണ്ടെത്തലാണ്. പലപ്പോഴും നമ്മൾ ആദരിക്കപ്പെടേണ്ടവർ പലപ്പോഴും അതൊരു രീതിയിൽ പറഞ്ഞൊരു മനുഷ്യാവകാശ ധ്വംസനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആദരിക്കപ്പെടുന്നവർ വേണ്ട രീതിയിൽ നമ്മൾ മറ്റു പലതിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ സെലിബ്രിറ്റികളെ നമ്മൾ ആദരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ സിനിമാ നടൻ ഒരു മോശക്കാരായിട്ട് ഞാൻ പറയില്ല, എല്ലാവരും അവരവരുടെ മേഖലയിൽ ക്വാളിറ്റി തെളിയിച്ചവർ തന്നെയാണ്. ആരെയും ആദരിക്കരുത് എന്നൊന്നല്ല പറയുന്നത്. എന്നിരുന്നാലും നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ അവരുടെ അവകാശങ്ങളും അവരുടെ ചെയ്ത നന്മകളും അവർ ചെയ്ത സേവനങ്ങളും അവരുടെ ക്വാളിറ്റിയും ഒക്കെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഓരോരുത്തരെയും ആദരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൂടിയിട്ട് ആദരിക്കപ്പെടാതെ പോയ നമ്മുടെ സമൂഹത്തിൽ വളരെ ദൈന്യമായ ജീവിതത്തിലും ഒരുപാട് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും മനുഷ്യ നന്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യന്മാർ അവരെ കണ്ടെത്തുക, അവർക്ക് ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ പ്രൗഢഗംഭീരം, ഞാൻ ആളുകളുടെ എണ്ണത്തിനല്ല പറയുന്നത്, ഈ അവസ്ഥയാണ് ഞാൻ പ്രൗഢഗംഭീരം എന്ന് പറയുന്നത്. അവരെ ആദരിക്കുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു കാര്യം. ചടങ്ങിൽ മനാഫ് താനൂർ, റഷീദ് തലക്കടത്തൂർ, അബ്ദുറഹീം പൂക്കത്ത്, മുസ്തഫ ഹാജി പുത്തൻതെരു, KP ഷാജഹാൻ, ബിന്ദു അച്ചമ്പാട്ട, സുലൈഖ സലാം, നൗഫൽ ഇല്യൻ, ഷാജി മുങ്ങാത്തന്തറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.